നമസ്കാരം. കൊച്ചി ശാസ്ത്രലോകത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വൈദ്യശാസ്ത്രത്തിലെ പുതിയ കണ്ടെത്തലുകൾ പുത്തൻ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു. കാലാവസ്ഥയും പ്രകൃതി സംരക്ഷണവും ബന്ധപ്പെട്ടുള്ള പുതിയ പഠനങ്ങളും അറിവുകളുമായി ഗവേഷകർ. ശാസ്ത്ര സാങ്കേതിക ലോകം കൂടുതൽ ഉയരങ്ങളിലേക്ക്. മത്സ്യഗവേഷണ രംഗത്ത് പുത്തൻ പഠനങ്ങളും അറിവുകളും. വാർത്തകൾ വായിക്കുന്നത് ബാല. കുട്ടികളിൽ കണ്ടുവരുന്ന അമിതവണ്ണവും മറവിയും ബുദ്ധിമാന്ദ്യവും എല്ലാം ബാർഡറ്റ് ബീഡൽ സിൻഡ്രോം എന്ന ജനിതക രോഗത്തിന്റെയും ലക്ഷണങ്ങളാവാം എന്ന് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കൊച്ചി. ദിനം പ്രതി പുരോഗമിച്ചു വരുന്ന വൈദ്യശാസ്ത്രം ഒരുപാട് പുതിയ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നു. ഈ അടുത്ത കാലത്ത് വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ച രോഗങ്ങളിലൊന്നാണ് ബാർഡറ്റ് ബീഡൽ സിൻഡ്രോം. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പീഡിയാട്രിക് ജെനറ്റിക്സ് വിഭാഗത്തിലെ ഡോക്ടർ ഷീല നമ്പൂതിരി ഈ രോഗത്തെപ്പറ്റി നടത്തിയ ഗവേഷണത്തിനെക്കുറിച്ച് നമ്മളോട് വിശദമായി സംസാരിച്ചു. ഈ അസുഖം ഒരു ജനിതകമായ രോഗമാണ്. ഇതിൻ്റെ എങ്ങനെയാണ് ഇത് അടുത്ത തലമുറയിലേക്ക് വരുന്ന എന്നുള്ളതിന് പ്രത്യേക പേരെന്താണെന്ന് വെച്ചാൽ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ എന്ന് പറയും. ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡറിനകത്ത് അടുത്ത തലമുറയിൽ അമ്മയും അച്ഛനും രണ്ടുപേരും ഈ രോഗത്തിൻ്റെ വാഹകരാണെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ഈ അസുഖം വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ അച്ഛനും അമ്മയും രോഗവാഹകരാണെങ്കിൽ അടുത്ത കുട്ടിക്ക് ഇതേപോലത്തെ അസുഖം ഉണ്ടാകാനുള്ള സാധ്യത 25%. കൈകാലുകളിലുള്ള അധിക വിരൽ വളർച്ചയാണ് ഇതിന്റെ മുഖ്യ ലക്ഷണം. മറ്റു രോഗലക്ഷണങ്ങളൊന്നും ജനന സമയത്ത് കുട്ടികളിൽ കണ്ടുവരാറില്ല. പതുക്കെ കുട്ടിക്ക് ഏകദേശം ഒരു 8-9 വയസ്സാകുമ്പോൾ കുട്ടിക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം പതുക്കെ മാതാപിതാക്കൾ മനസ്സിലാക്കി വരും. അതിന് കാരണം കണ്ണിനകത്ത് നമുക്ക് ഇരുട്ടിനകത്ത് കാണാനായിട്ടുള്ള ഇരുട്ടിലും വെളിച്ചത്തിലും കാണാനായി നമുക്ക് റോഡ്സ് ആൻഡ് കോൺസ് എന്ന 2 കാര്യങ്ങൾ കണ്ണിൻ്റെ റെട്ടിനയിലുണ്ട്. ഈ രോഗത്തിനകത്ത് പ്രധാനമായി സംഭവിക്കുന്നത് ഈ റെട്ടിനയിലുള്ള റോഡ്സും കോൺസിനും അതിൻ്റെ പ്രവർത്തനം വളരെ മോശമാവുകയും അതിന് റെറ്റിനൽ ഡിസ്ട്രോഫി എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ അവർക്ക് രാത്രി വെളിച്ചം കുറവുള്ള സമയത്ത് അവർക്ക് കാഴ്ച വളരെ മങ്ങിയേ കാണാൻ പറ്റൂ. അടുത്ത പ്രധാനമായ കാരണം ഏകദേശം 10 വയസ്സാവുന്നതോടുകൂടി ഇവർക്ക് വെയിറ്റ് വളരെ വല്ലാതെ കൂടി വരും. പിന്നെ കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യം ഇതിൻ്റെ ഒരു അസോസിയേഷനാണ്. പക്ഷേ കുറച്ചുകൂടെ പ്രായം കൂടുമ്പോൾ ഏകദേശം 20-25 വയസ്സെല്ലാം ആകുമ്പോൾ ഇവർക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റെറ്റിനൽ ഡിസ്ട്രോഫിക്ക് പ്രത്യേക ചികിത്സകളൊന്നുമില്ല. മറ്റു രോഗലക്ഷണങ്ങൾക്ക് ചികിത്സ തേടുകയേ നിവൃത്തിയുള്ളൂ. ഇങ്ങനെയുള്ള രോഗമുള്ള ഒരു കുട്ടികളുടെ ഫാമിലിയിൽ അവരുടെ പേരൻസിന് അടുത്ത പ്രഗ്നൻസിയിൽ നിർബന്ധമായും ഈ ജീൻ എന്താണെന്ന് ഈ കുട്ടിക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രഗ്നൻസിയിൽ അവർക്ക് മുൻകൂട്ടി അവർക്ക് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് 12ാമത്തെ ആഴ്ചയിൽ അടുത്ത കുട്ടിക്ക് ഇതേ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അമിതവണ്ണവും കാഴ്ചക്കുറവും കിഡ്നി ഫെയിലറും ബുദ്ധിമാന്ദ്യവും എല്ലാം ബാർഡറ്റ് ബീഡൽ സിൻഡ്രോം എന്ന രോഗത്തിൻ്റെയും ലക്ഷണങ്ങളാവാം എന്ന് പഠനം തെളിയിച്ചിരിക്കുന്നു. ക്യാമറമാൻ അജയനോടൊപ്പം ബാല. പീഡിയാട്രിക് ജെനറ്റിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ പഠനം വൈദ്യശാസ്ത്രത്തിന് ഒരു വലിയ മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ എല്ലുകൾക്ക് ബലക്കുറവ് സംഭവിക്കുന്നു. അവരിൽ വീഴ്ച സംഭവിച്ച് എല്ലുകൾ പൊട്ടാനുള്ള സാധ്യത ഏറുന്നു. ഈ ഫ്രാക്ചേഴ്സ് പെട്ടെന്ന് മാറാനുള്ള ഒരു സാങ്കേതിക സംവിധാനവുമായി എത്തിയിരിക്കുകയാണ് MOSC മെഡിക്കൽ കോളേജ്. ചെറിയ കുട്ടികൾ വീഴുമ്പോൾ പൊതുവെ നമ്മൾ ചിരിക്കുന്നു. എന്നാൽ വീഴുന്നത് പ്രായമായവരാണെങ്കിൽ നാം അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. കുട്ടികളിലെ ഫ്രാക്ചറുകൾ പെട്ടെന്ന് നേരെയാകുന്നു. പ്രായമായവരിലാണെങ്കിൽ ഗുരുതരവുമാണ്. പ്രായമായവരുടെ എല്ലുകളുടെ ബലക്കുറവാണ് പെട്ടെന്നുള്ള പൊട്ടലുകൾക്ക് കാരണം. അവരുടേത് നേരെയാവാൻ കൂടുതൽ സമയമെടുക്കുന്നു. കോലഞ്ചേരിയിലെ MOSC മെഡിക്കൽ കോളേജ് ഫ്രാക്ചറുകൾ സംഭവിച്ച 29 പേരിൽ നടത്തിയ പഠനത്തിലൂടെ സെക്കൻഡ് ജനറേഷൻ ലോക്കറ്റ് പ്ലേറ്റിംഗ് എന്ന സംവിധാനം പ്രായമായവരിൽ ഫ്രാക്ചറുകൾ എളുപ്പത്തിൽ നേരെയാക്കാൻ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കി. ഫ്രാക്ചർ സംഭവിച്ച ഭാഗം തുറന്ന് പൊട്ടിയ എല്ലുകൾ ഒരുമിച്ചാക്കി സ്ക്രൂ ഉപയോഗിച്ച് ചേർത്ത് പിടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ഫ്രാക്ചറിന് സമാന്തരമായി സെക്കൻഡ് ജനറേഷൻ ലോക്കറ്റ് പ്ലേറ്റിംഗ് ഘടിപ്പിക്കുന്നതാണ് രീതി. സ്ക്രൂ ഉപയോഗിച്ച് ലോക്കറ്റ് പ്ലേറ്റും എല്ലും തമ്മിൽ യോജിപ്പിക്കുക. പൊട്ടലിന്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ലോക്കറ്റ് പ്ലേറ്റും സ്ക്രൂവും ഉപയോഗിക്കേണ്ടതായി വരും. സർജിക്കൽ ടെക്നിക്സ് ഓഫ് ഫൈബുലർ ഗ്രാഫ്റ്റ് ഹാർവെസ്റ്റ് തുടങ്ങിയ രീതികളാണ് MOSC മെഡിക്കൽ കോളേജ് പ്രായമായ രോഗികളിൽ നടത്തിയ പഠന രീതികൾ.
മറ്റു പല രീതികളും പ്രായമായവരിലെ ഫ്രാക്ചറിനായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പലതും അത് ഗുരുതരമാക്കുന്നു. കൃത്യസമയത്ത് സെക്കൻഡ് ജനറേഷൻ ലോക്കറ്റ് പ്ലേറ്റിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കാതെ തന്നെ നല്ല റിസൾട്ട് ലഭിക്കുന്നുവെന്ന് പഠനം വ്യക്തമാക്കുന്നു. ക്യാമറാമാൻ അജയ് മേനോനോടൊപ്പം ദേവിക. പ്രായമായവരിൽ കണ്ടുവരുന്ന എല്ലുകളുടെ ബലക്ഷയവും അതുമൂലവും ഉണ്ടാകുന്ന പൊട്ടലുകളും സൃഷ്ടിക്കുന്ന ആശങ്കകൾക്കൊരു വിരാമമാണ് ഈ പഠനം. ഇന്ന് ലോകജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഭൂമിയിൽ നിന്നും ഉപരിതലത്തിലേക്ക് സഞ്ചരിക്കുന്തോറും താപനിലയിൽ കുറവ് അനുഭവപ്പെടുന്നതിന് പകരം വൻ വർധനവാണ് സംഭവിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഒരു പഠനവുമായി എത്തിയിരിക്കുകയാണ് കൊച്ചിയിലെ ഗവേഷകർ. ഭൂമിയിൽ നിന്നും ഉയരത്തിലേക്ക് സഞ്ചരിക്കും തോറും താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. എന്നാൽ അന്തരീക്ഷത്തിലെ ഊർധ്വഭാഗം അഥവാ സ്ട്രാറ്റോസ്ഫിയർ എന്നത് ശീതോഷ്ണാവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കാത്ത അന്തരീക്ഷത്തിലെ ഭാഗമാണ്. ഈ മേഖലയിലാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി താപനില വ്യതിയാനത്തെപ്പറ്റി പഠനം നടത്തിയത്. കഴിഞ്ഞ ദശകത്തിൽ നടന്നുവരുന്ന അന്തരീക്ഷത്തിലെ കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റിയാണ് കൊച്ചിയിലെ ശ്രീനാരായണ ഗുരുകുലം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ പ്രൊഫസർ ഉൾപ്പെടുന്ന ഒരു പറ്റം ശാസ്ത്രജ്ഞർ നടത്തിയ പഠനം. 2001 മുതൽ 2013 വരെ ഭൂമിയുടെ വടക്കൻ മേഖലയിലാണ് ഇത്തരമൊരു പഠനം നടത്തിയത്. കൃത്യമായ കാലയളവിൽ അന്തരീക്ഷത്തിലെ ഊർധ്വഭാഗത്ത് നടക്കുന്ന വ്യതിയാനത്തെ മൾട്ടി സാറ്റലൈറ്റ് മെഷർമെന്റ്സ് വഴി രേഖപ്പെടുത്തിയാണ് പഠനം പൂർത്തീകരിച്ചത്. You know that the sudden stratospheric warming, it is an important event that occurs in the middle atmosphere, that is particularly during the winter middle atmosphere. So middle atmosphere, that is a region covering the Earth's atmosphere starting from 10 kilometer to 100 kilometers. So during this event, the temperature and wind pattern, particularly in the stratospheric region, is well affected. അന്തരീക്ഷത്തിലുണ്ടാകുന്ന താപനില വ്യതിയാനങ്ങളെപ്പറ്റി പല രീതിയിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് മൾട്ടി സാറ്റലൈറ്റ് മെഷർമെന്റ്സ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു പഠനം നടത്തുന്നത്. ഇത്തരം കാലാവസ്ഥ വ്യതിയാനങ്ങൾ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയുമായി എങ്ങനെ ബന്ധപ്പെടുത്താമെന്നും ഈ പഠനം സൂചിപ്പിക്കുന്നുണ്ട്. വളർന്നു വരുന്ന കെട്ടിട സമുച്ചയങ്ങൾ, വാഹനങ്ങളുടെ വർധനവ്, വ്യവസായ ശൃംഖലകളുടെ കടന്നുകയറ്റം ഇവയെല്ലാം അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു. ഇതുമൂലം നമ്മുടെ കാലാവസ്ഥയ്ക്ക് പലവിധ വ്യതിയാനങ്ങളും സംഭവിക്കുന്നുവെന്നും ഈ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ക്യാമറാമാൻ അജയനോടൊപ്പം ഐശ്വര്യ. ആഗോള താപനവുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ വന്നേക്കാവുന്ന പ്രശ്നങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ പഠനം. നാനോ ടെക്നോളജിയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒന്നാണ് ടൈറ്റാനിയം ഓക്സൈഡ് നാനോ ട്യൂബ്സ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതെങ്ങനെ ക്രിസ്റ്റലൈസ് ചെയ്യാനാകും എന്ന പദ്ധതിയുമായി കൊച്ചിയിലെ ആലുവ UC കോളേജ്. ടൈറ്റാനിയം ഓക്സൈഡ് നാനോ ട്യൂബ്സ് ക്രിസ്റ്റലൈസ് ചെയ്യാനുള്ള ഒരു പുതിയ പദ്ധതി രൂപീകരിച്ചിരിക്കുകയാണ് ആലുവ UC കോളേജിലെ പ്രൊഫസർ ഡോക്ടർ റേച്ചൽ റീന ഫിലിപ്പ്. TiO2 nanotubes are very potential candidates for energy conservation devices like DSSC, which means dye sensitized solar cells, and also in supercapacitors. And you know that energy conservation is a very hot topic these days. There are different methods for the preparation of TiO2 nanotubes, and one of the most cost effective method is anodization method. But what happens when you anodize these TiO2, or when you anodize by anodization method you prepare TiO2 nanotubes, is that you will be obtaining only amorphous structure of TiO2 nanotube. മുൻപ് ക്രിസ്റ്റലൈസ് ചെയ്യാനായി ശാസ്ത്രജ്ഞർക്ക് ഏകദേശം 72 മണിക്കൂർ വരെ ടൈറ്റാനിയം ഓക്സൈഡ് നാനോ ട്യൂബ് ചൂടുവെള്ളത്തിൽ മുക്കി വെക്കേണ്ടി വരുമായിരുന്നു. കുറച്ചുകൂടി വേഗത്തിൽ ചുരുങ്ങിയ എനർജിയിൽ എങ്ങനെ ടൈറ്റാനിയം ഓക്സൈഡ് നാനോ ട്യൂബ്സ് ക്രിസ്റ്റലൈസ് ചെയ്യാനാവും എന്നതായിരുന്നു ഈ ശാസ്ത്രജ്ഞരുടെ ചോദ്യം. ഇലക്ട്രോ കെമിക്കൽ അനോട്ടൈസേഷൻ വഴി ഉണ്ടാക്കിയെടുക്കുന്ന രൂപമില്ലാത്തവയായ നാനോ ട്യൂബ്സ് ക്രിസ്റ്റൽ രൂപമാക്കുവാനായി അതിനെ ചൂടുകൊണ്ട് പഴുപ്പിച്ച് ശക്തിപ്പെടുത്തുവാനുള്ള ഒരു പദ്ധതി രൂപീകരിച്ചു. ഈ പദ്ധതിയുടെ ആദ്യ സ്റ്റേജിൽ അനോട്ടൈസേഷൻ രീതി പ്രകാരം ഇലക്ട്രോഡായ ടൈറ്റാനിയം ഫോസിൽസും ഇലക്ട്രോലൈറ്റായ സൊല്യൂഷനും കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന നാനോ ട്യൂബ് രണ്ടാമത്തെ സ്റ്റേജിൽ ചൂടുവെള്ളത്തിൽ വെച്ച് ഓൾട്ടർനേറ്റിംഗ് സ്ക്വയർ പൾസസ് ഉപയോഗിച്ച് ചൂടാക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നാനോ ട്യൂബ്സ് വെറും 15 മിനിറ്റ് മാത്രമേ വെള്ളത്തിൽ മുക്കി വെക്കേണ്ടതുള്ളൂ.
അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നാനോ ട്യൂബ്സ് നമുക്ക് ക്രിസ്റ്റലൈസ് ചെയ്യാൻ കഴിയും. ഈ റിസർച്ച് പൂർത്തിയാക്കാനായി മിസ് റേച്ചൽ ഫിലിപ്പിനെ സഹായിച്ചത് 5 പേരാണ്. കാലടി ശ്രീ ശങ്കര കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് HOD ആയ മഞ്ജു തങ്കമണിയമ്മ, കുസാറ്റ് അധ്യാപകരായ അനുരൂപ് ആർ, ബി പ്രദീപ്, ബനാറസ് സർവകലാശാലയിലെ ശ്രീപതി എന്നിവരോടൊപ്പം സ്പെയിനിലെ ശാസ്ത്രജ്ഞനായ മിസ്റ്റർ ജൊവാക്കോയും മുഖ്യ പങ്കുവഹിച്ചിരുന്നു. ആലുവ UC കോളേജിൽ നിന്നും ക്യാമറാമാൻ ശരത്തിനോടൊപ്പം നവനീതും ബാലയും. ടൈറ്റാനിയം ഓക്സൈഡ് നാനോ ട്യൂബിന്റെ ക്രിസ്റ്റലൈസേഷൻ എത്രത്തോളം എളുപ്പമാക്കാം എന്ന ഈ കണ്ടെത്തൽ സാങ്കേതിക ശാസ്ത്രത്തിന് ഒരു പുത്തൻ മുതൽക്കൂട്ടാണ്. ഇനി ഒരിടവേള. കൊച്ചി ശാസ്ത്രലോകത്തിൽ ഇനി നിങ്ങൾക്കായി ഒരു ചോദ്യം. കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച കൊച്ചിയിലെ ശാസ്ത്രജ്ഞൻ ആര്? ചിന്തിക്കൂ. ഉത്തരം അറിയാവുന്നവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കൂ. സമ്മാനങ്ങൾ നേടൂ. വാർത്തകൾ തുടരുന്നു. മനുഷ്യ ശരീരത്തിന് അത്യന്താപേക്ഷിതമായ പോഷകങ്ങൾ മത്സ്യാഹാരങ്ങളിൽ നിന്ന് ലഭ്യമാണെന്ന കണ്ടെത്തലുമായി ശാസ്ത്രലോകം. സ്വാദിഷ്ടമായ ഒരു വിഭവം മാത്രമല്ല മത്സ്യം, അത് ആരോഗ്യപൂർണമായൊരു ജീവിതശൈലി കൂടി വാർത്തെടുക്കുന്നു. മലയാളികളുടെ സ്വാദിഷ്ടമായ രുചിക്കൂട്ടുകളിൽ മത്സ്യവിഭവങ്ങളുടെ സ്ഥാനം ഏറെ വലുതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യം വിപണനം ചെയ്യുന്നതും നമ്മുടെ കേരളത്തിലാണ്. മത്സ്യവിഭവങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത് കേവലം രുചിക്കൂട്ടുകൾ മാത്രമല്ല. കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ നടത്തിയ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ മനുഷ്യ ശരീരത്തിന് അത്യന്താപേക്ഷിതമായ 35-ൽ പരം പോഷക ആഹാരം മത്സ്യങ്ങളിൽ നിന്ന് ലഭ്യമാണെന്ന് കണ്ടെത്തിയിരുന്നു. Fish is important because of two aspects. That is, one is the protein content and also the fat content of the fish. The protein, if you see, it's composed of lot of amino acids which are called essential. There are two types of amino acids: the essential amino acids and the non-essential amino acids. And the essential amino acids are those that we have to take in diet. And fish is supposed to be very healthy because it contains all the 10 essential amino acids that we are supposed to take in diet. And another thing about the fish is its protein is easily digestible, unlike that of the chicken or the other type of meats, because the content is convalescing from any ailments and all. And sick people are recommended to take fish diet, whereas they are not recommended to take a chicken diet because. And coming to the other part, the fat, omega-3 and omega-6. And omega-3 have to be taken through diet for the humans. EPA, that is docosahexaenoic acid type of fish, which give about 50% of their fat is supposed to be heart protective. That is, they are cardio protective. They give an advantage of lowering serum lipid levels. തീൻമേശയിലെ മീൻ വിഭവങ്ങൾ ഇനി നാവിനും മനസ്സിനും അപ്പുറം നമ്മുടെ ആരോഗ്യത്തിനു കൂടി സ്വാദു പകരാനാകട്ടെ. ക്യാമറാമാൻ ഭുവനേഷിനൊപ്പം ബിദിൻ തമ്പി. മത്സ്യം സ്വാദിഷ്ടമായ ഒരു വിഭവമാണെന്നതിലുപരി പോഷകഗുണം ഏറെ നിറഞ്ഞതാണെന്ന് ഈ ഗവേഷണം വ്യക്തമാക്കുന്നു. അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചാളയുടെ ചാകരയിലും ജനിതക ഘടനയിലും ഉണ്ടാകാവുന്ന മാറ്റത്തെക്കുറിച്ച് പഠനം നടത്തിയിരിക്കുകയാണ് ഡോക്ടർ സന്ധ്യ സുകുമാരൻ. നമ്മുടെ കടൽ തീരങ്ങളിൽ സുലഭമായി കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ചാള അഥവാ മത്തി. ചാളയുടെ ജനിതക ഘടനയിലുള്ള മാറ്റത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയിരിക്കുകയാണ് കൊച്ചി സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്ടർ സന്ധ്യ സുകുമാരൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺസർവേഷൻ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ തീരങ്ങളിൽ വെള്ളത്തിൽ ചൂട് കൂടുകയും കാലാവസ്ഥാ വ്യതിയാനവും പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ ചാളയുടെ ഈ ലാൻഡിങ് വളരെയധികം ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ളൊരു സമയമാണ്. ചാള എന്ന് പറഞ്ഞാൽ മുനമ്പത്തുണ്ട്, പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, നമ്മളെ കേരളത്തിന് പുറത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണെന്ന് കറക്റ്റായിട്ട് വെച്ചാൽ എല്ലാ കടലോര പ്രദേശങ്ങളിലും ചാള വരുന്നുണ്ട്. കാരണം തെക്കൻ ജില്ലകളിലെ ആലപ്പുഴ എല്ലാം അവിടെ പല സ്ഥലങ്ങളിലും വഞ്ചി പിടിക്കാറുണ്ട്, വള്ളം. ചാള ഇവിടെ മാത്രമേ തെക്കൻ ജില്ലകളിൽ മത്തി എന്നാണ് പറയുന്നത്. ഭാരതത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഒമാനിൽ നിന്നും ഉൾപ്പെടെ ലഭ്യമായ ചാളയെയാണ് പഠന വിധേയമാക്കിയത്.
അപ്പോൾ അതിൽ നമുക്ക് കാര്യമായ വ്യത്യാസം കാണാൻ കഴിഞ്ഞില്ല. ഇന്ത്യൻ തീരങ്ങളിൽ ചാളയുടെ സബ് പോപ്പുലേഷൻ ഒരു സ്ട്രക്ചർ നമുക്ക് മൈറ്റോകോൺഡ്രിയൽ DNA മാർക്കേഴ്സ് വെച്ച് ലഭിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക് ഡെമോഗ്രഫി എന്ന് പറയും, അതിനെപ്പറ്റി നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ഈ ഒരു റിസർച്ചിലൂടെ നമുക്ക് കിട്ടി. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ് ചാളയുടെ ഈ നമ്മുടെ ഇന്ത്യൻ തീരങ്ങളിലും പ്രത്യേകിച്ച് കേരള തീരങ്ങളിലും നമുക്ക് ലഭിക്കുന്നത്. ചെറിയ മത്തിയായതുകൊണ്ട് നെയ്യ് ഉണ്ടാവില്ല. നെയ്യുള്ള സമയം കന്നിമാസത്തിലാണ്. ഈ മാസത്തിൽ നെയ്യ് കുറവായിരിക്കും മത്തിക്ക്. ഇന്ത്യൻ തീരങ്ങളിൽ ചാള നന്നായി എല്ലാ സ്ഥലത്തേക്കും പോവുകയും പ്രജനനം നടത്തുകയും ചെയ്യുന്നുണ്ട്, റിപ്രൊഡക്ഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ചാളയുടെ ലഭ്യതയെ പറ്റിയുള്ള പഠനം ഇവിടെ അവസാനിക്കുന്നില്ല. കൊച്ചി സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ക്യാമറമാൻ ഭഗത് സിംഗിനോടൊപ്പം മേഘാമേനൻ. മത്സ്യബന്ധന തൊഴിലാളികൾക്ക് മത്തിയുടെ ചാകരയിൽ വന്നേക്കാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒരു മുന്നറിവാകുന്നു ഈ പഠനം. മീനെണ്ണ സംഭരിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ആന്റി ഓക്സിഡന്റുകൾക്ക് വിട. ചുവന്ന കടൽപ്പായലുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിദത്തമായ ആന്റി ഓക്സിഡന്റുകൾ കൊണ്ട് മീനെണ്ണ കേടുകൂടാതെ സൂക്ഷിക്കാം എന്ന പഠനവുമായി കാജൽ ചക്രബർത്തിയും സംഘവും. സീ ഫുഡ് എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ്. അതിൽ പോഷക ഗുണങ്ങൾ ധാരാളം അടങ്ങിയ മത്തിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മീനെണ്ണ മനുഷ്യരിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. Biochemistry and Nutrition Division of Central Institute of Fisheries Technology, Kochi, has done extensive studies on fish oil. The main important problem is that it is easily peroxidized. So over storage. So peroxidation can do much harm to your body. We have to use antioxidants by some chemical processes. So we have the technology for producing PUFA concentrate, that is polyunsaturated fatty acid concentrate from fish. This fish oil, and it is encapsulated, it is more stable. We have tried this encapsulation of fish oil and make into powders. So the production process of fish oil should be in such a way that peroxidation is minimum. So in that we have to use antioxidants. ഇവ സൂക്ഷിക്കുന്നതിനായി കെമിക്കൽ ആന്റി ഓക്സിഡന്റുകൾ ചേർക്കുന്നതിനാൽ മീനെണ്ണയുടെ ഗുണം കുറയുകയാണ്. There are in the market nowadays lot of capsules available, like cod liver oils, fatty liver, any oil. There are markets, suppose they use synthetic antioxidants like BHT, they call butylated hydroxytoluene, butylated hydroxyanition, BHT. There are several antioxidants. So we have identified some particular seaweeds and isolated some compounds, and we are having the technology to make, we are having a product. We already developed the product and it is being commercialized to a pharmaceutical company. കടൽ പായലുകളിലെ പ്രകൃതിദത്ത ആന്റി ഓക്സിഡന്റുകൾക്ക് മീനെണ്ണയുടെ പോഷക ഗുണം നിലനിർത്താൻ സാധിക്കും എന്നാണ് CMFRAയിലെ ഗവേഷകനായ കാജൽ ചക്രബർത്തിയുടെ കണ്ടെത്തൽ. പോഷക ഗുണങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള മീനെണ്ണയുടെ സംരക്ഷണത്തിന് ചക്രബർത്തിയുടെ ഈ പഠനം വഴിയൊരുക്കട്ടെ. ഭക്ഷ്യപദാർത്ഥങ്ങളിൽ കൃത്രിമത്വം ഏറി വരുന്ന ഈ കാലത്ത് ചക്രബർത്തിയുടെ ഈ പഠനം ആരോഗ്യ പരിപാലനത്തിന് മുൻഗണന നൽകുന്ന ഒന്നാണ്. കടൽ വിഭവങ്ങളിൽ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് കക്കയിറച്ചി. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ സുലഭമായി ലഭിക്കുന്ന കക്കയിറച്ചിയിൽ നിന്നും ക്യാൻസറും പ്രമേഹവും അടക്കമുള്ള പല രോഗങ്ങൾക്കും പ്രതിവിധിയുമായി CMFRAയിലെ ഗവേഷകർ. കേരളത്തിലെ ഭക്ഷ്യ സംസ്കാരത്തിന്റെ പ്രധാന ഭാഗമായ കടൽ വിഭവങ്ങളിൽ കക്കയിറച്ചിക്കുള്ള പ്രാധാന്യം ഒഴിച്ചുകൂടാനാകാത്തതാണ്. കൊച്ചി CMFRAയിലെ ഗവേഷകൻ ഡോക്ടർ കാജൽ ചക്രബർത്തിയും സംഘവും നടത്തിയ പഠനം കക്കയിറച്ചിയുടെ പോഷകമൂല്യവും രോഗപ്രതിരോധ ശേഷിയും വ്യക്തമാക്കുന്നു. We have deciphered the nutritional qualities, but we thought, okay, maybe if we can establish that as a health food, it will have our marketing, particularly our Malabar region. So marketing, it will become strong and farmers will get benefit also. So this paper is all about to understand whether this mollusks are effective and it's a different disease model. For example, disease model we have selected as antioxidant, anti-inflammatory, anti-diabetic, and also we did some anti-hypertension activities also. And we have seen they are very good
potential compounds are available in these bivalve mollusks to fight against these diseases. So this ethyl acetate methanol is Ethyl acetate methanol is a solvent basically. See, mollusk is having inside that compound. You have to extract that from its flesh, from its edible part. Ethyl acetate methanol is a very good solvent system to isolate bioactive molecules from the bivalve cloud. കക്കയിറച്ചിയുടെ ഈ ഗുണങ്ങളെപ്പറ്റി നമുക്ക് എത്ര പേർക്കറിയാം? ഒന്ന് ചോദിച്ചു നോക്കാം. അതിനെപ്പറ്റി എനിക്കറിയില്ല. അങ്ങനെ വല്ലതും ഉണ്ട് അറിഞ്ഞില്ല. ക്യാൻസർ പോലുള്ള രോഗങ്ങളെ അകറ്റാൻ കെൽപ്പുള്ള പോഷക ഗുണങ്ങൾ നിറഞ്ഞ ഈ കടൽ വിഭവം നമ്മുടെ ഭക്ഷ്യ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗമായി മാറട്ടെ. ക്യാൻസറും പ്രമേഹവും പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ്. ഇതിനൊരു പ്രതിവിധിയാകട്ടെ കക്കയിറച്ചിയെക്കുറിച്ചുള്ള ഈ പഠനം. ഇനി ഒരിടവേള. വാർത്തകൾ വായിക്കുന്നത് ദേവിക. സീ ഫുഡ് എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ്. അതിഥികളായെത്തിയ ഓയിസ്റ്റർ അഥവാ കടൽ മുരിങ്ങയുടെ പോഷക ഗുണങ്ങളെയും ഘടനകളെയും പറ്റിയുള്ള പഠനവുമായി കൊച്ചി CMFRAയിലെ സയന്റിസ്റ്റ് കാജൽ ചക്രവർത്തി. ഓയിസ്റ്റേഴ്സ്, കടൽ മുരിങ്ങ അഥവാ മുരു. മലയാളികൾക്കിടയിൽ അതിഥികളായ ഓയിസ്റ്റേഴ്സിന്റെ പോഷക ഗുണങ്ങളെയും ഘടനകളെയും പറ്റിയുള്ള പഠനമാണ് CMFRAയിലെ ഗവേഷകൻ ഡോക്ടർ കാജൽ ചക്രവർത്തിയും സംഘവും പരിചയപ്പെടുത്തുന്നത്. Edible oyster is also one of the very if you see edible oyster is very important food item, particularly in the Arabian Gulf of South Malabar area. Told it is available in Kerala backwaters. There are farming practices in Paravur, if you see Paravur, Satar Island. In north also if you can see Dharmodam, that particular this coastal area backwaters particularly they grow this species in backwater. Oysters of the different genus and species having very good nutritional value. ശരീരഭാരം കുറയ്ക്കുക, രക്തചംക്രമണം നിയന്ത്രിക്കുക, മെറ്റബോളിസം വർദ്ധിപ്പിക്കുക, ഹൃദയാരോഗ്യം സംരക്ഷിക്കുക, മുറിവ് സുഖപ്പെടുത്തുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങി ധാരാളം ഗുണങ്ങൾ നിറഞ്ഞ ഭക്ഷ്യപദാർത്ഥമാണ് കടൽ മുരിങ്ങ. We'll study this particular oyster for its nutritional qualities. And also we wanted to see that whether the growth conditions also make a difference. We did the study for a period of 4 years. March, April, May, before monsoon. ശരീരത്തിനാവശ്യമായ ധാരാളം ജീവനധാതുക്കൾ നിറഞ്ഞ മുരിങ്ങ ഏറ്റവും നല്ലൊരു പോഷകാഹാരമാണെന്നാണ് ചക്രവർത്തി പറയുന്നത്. സ്വാദിഷ്ടവും അതുപോലെ തന്നെ വിലപിടിപ്പുള്ളതുമായ മുരിങ്ങയിറച്ചിയെ പറ്റിയുള്ള ചക്രവർത്തിയുടെ പഠനം അതിന്റെ ഗുണഗണങ്ങളെപ്പറ്റി മലയാളികളിൽ ഒരു പുത്തൻ അവബോധം സൃഷ്ടിക്കട്ടെ. മുത്തുച്ചിപ്പികൾ എന്നതിനുപരി ആരോഗ്യപൂർണമായ ഒരു ഭക്ഷ്യ വിഭവം കൂടിയാണ് ഓയിസ്റ്റർ അഥവാ കടൽ മുരിങ്ങ. ദിവസങ്ങളോളം മത്സ്യങ്ങളെ കേടുകൂടാതെ സൂക്ഷിക്കുക എന്നത് അസാധ്യകരമാണ്. എന്നാൽ ഇതിനൊരു പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് കൊച്ചി CAFTയിലെ ഗവേഷകർ. പ്രകൃതിദത്തമായ മഞ്ഞൾപ്പൊടി മാത്രം ഉപയോഗിച്ചാണ് അവർ ഈ പോരായ്മയെ മറികടന്നത്. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തു വരുന്ന മത്സ്യമാണ് പങ്കീഷ സൂചി അഥവാ ആസാം വാള. ഇത് മീൻ നമുക്ക് കേടുകൂടാതെ ഇത് സൂക്ഷിക്കുവാനായിട്ടുള്ള ഒരു സംരംഭം ഉണ്ടായി വരിക. അന്നെങ്കിൽ ഇതിന് നല്ല മാർക്കറ്റ് നമുക്ക് പിടിച്ചു പറ്റാൻ പറ്റും. കൊച്ചിയിലെ കേന്ദ്ര മത്സ്യ സാങ്കേതിക ഗവേഷണ സ്ഥാപനം ഈ മത്സ്യത്തിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ, അതായത് ഇതിനെ വിപണിയിലെത്തിക്കുന്ന ആ സമയം കൂട്ടാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണ് ഈ മത്സ്യത്തിൽ നടത്തിയത്. കൊച്ചിയിൽ നിന്നു തന്നെ ലഭ്യമാക്കിയ മത്സ്യത്തിലായിരുന്നു പഠനം. സാധാരണ ചെയ്യാറുള്ള പോലെ മത്സ്യത്തെ മുറിച്ച് കഷ്ണങ്ങളാക്കിയ ശേഷം മഞ്ഞൾ പുരട്ടി വെക്കുകയും ചെറിയൊരിടവേളയ്ക്ക് ശേഷം പുകയ്ക്കുകയും ചെയ്തു. അങ്ങനെ പുകച്ച മത്സ്യങ്ങൾ ഏറെ നാൾ കേടുകൂടാതിരിക്കുമെന്ന് കണ്ടെത്തി. ഇവ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുകയുമില്ല. ഏവർക്കും ഏറെ പ്രിയങ്കരമായ ആസാം വാള കേടുകൂടാതെ സൂക്ഷിക്കുന്നതിൽ പുത്തൻ അറിവുമായി കൊച്ചി CIFTയിൽ നിന്നും ക്യാമറമാൻ ഭഗത് സിംഗിനോടൊപ്പം മേഘാമേനൻ. വെറും മഞ്ഞൾ കൊണ്ട് മാത്രം മത്സ്യം ദിവസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാം എന്ന ഈ പഠനം സാധാരണക്കാർക്ക് കൂടി വളരെ പ്രയോജനകരമാണ്. സിക്ലേഡ് ഇനത്തിൽപ്പെട്ട 2 മീനുകളുടെ നീളവും ഭാരവും സംബന്ധിച്ച പഠനവുമായി കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസും. കേരളത്തിലെ കരിമീനുകൾ മറുനാട്ടിലും പ്രശസ്തമാണ്. കരിമീൻ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചാണ് കരിമീൻ കൃഷി ആരംഭിക്കുന്നത്. പ്രകൃതിദത്ത കുളങ്ങൾ കരിമീൻ കൃഷിക്ക് ഉപയോഗിക്കുന്നു. ഇത്തരം കുളങ്ങളിലെ ആവാസ വ്യവസ്ഥ കരിമീൻ കുഞ്ഞുങ്ങളുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് കാരണമാവുന്നു.
മത്സ്യങ്ങൾ ലക്ഷക്കണക്കിന് മുട്ടകൾ ഇടുന്ന ജീവിയാണെങ്കിലും കരിമീൻ 3000 മുതൽ 4000 വരെ മുട്ടകളാണ് ഇടുന്നത്. ഉപ്പ് ജലാശയത്തോട് ചേർന്നുള്ള കുളങ്ങൾ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്താണ് കരിമീൻ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. Compared the length-weight relationship of two cichlid fishes abundant in Vempenaad Lake, Heteroplus suratensis and Heteroplus maculatus. Length-weight relationship is a mathematical relationship between length and weight. Here the relationship AL raised to B and B is normally equal to 3, and found that in the case of Heteroplus suratensis, B value was 2.67. The B value was significant, and it shows that the fish is a very deep-bodied fish. And in the case of Heteroplus maculatus, the value got is 2.73, narrow-bodied fish. കാർഷിക കേന്ദ്രം തയ്യാറാക്കിയ പ്രത്യേക തരം തീറ്റയാണ് കൊടുക്കേണ്ടത്. നീളം കൂടുന്തോറും മത്സ്യത്തിന്റെ ഭാരവും കൂടുമെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ക്യാമറാമാൻ അജയ് മേനോനോടൊപ്പം സിബിനും ശ്രീമതി ഭട്ടും. സിക്ലേഡ് ഇനത്തിൽപ്പെട്ട മീനുകളുടെ വൈവിധ്യത്തെക്കുറിച്ചുള്ള ഈ പഠനം മത്സ്യത്തൊഴിലാളികൾക്ക് വളരെയധികം പ്രയോജനകരമാണ്. ഇനി ഒരു ഇടവേള. ഉത്തരം കിട്ടിയോ? ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കാം. കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച കൊച്ചിയിലെ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കൂ, സമ്മാനങ്ങൾ നേടൂ. വാർത്തകൾ വായിക്കുന്നത് ഐശ്വര്യ. മലയാളികളുടെ പോഷകാഹാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മത്തി. മനുഷ്യ വളർച്ചയ്ക്ക് അത്യാവശ്യമായ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് മത്തിയിൽ കാണപ്പെടുന്നു എന്ന പഠനവുമായി എത്തിയിരിക്കുകയാണ് കൊച്ചിയിലെ ശാസ്ത്രജ്ഞർ. സാഡിനല്ല ലോങ്ങിസെപ്സ്. പേര് കേട്ട് ഞെട്ടാൻ തുടങ്ങണ്ട. നമുക്കെല്ലാം സുപരിചിതമായ മത്തിയുടെ ശാസ്ത്രനാമമാണിത്. ശരീരത്തിൽ അടിഞ്ഞുകൂടി ഹൃദ്രോഗങ്ങൾക്ക് വരെ കാരണമാകുന്ന കൊഴുപ്പിനെ തടയാൻ ആവശ്യമായ ഒമേഗ-3 ഫാറ്റി ആസിഡ് സമ്പന്നമായി മത്തിയിൽ കാണപ്പെടുന്നു. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് മത്തിയിൽ കൂടുതലായി കാണപ്പെടുന്നു എന്ന പഠനവുമായി CMFRI മെറൈൻ ടെക്നോളജി വിഭാഗത്തിലെ ഗവേഷകർ. C22 and C22 fatty acids. So we could able to concentrate more than 50% of the C22 fatty acid. If you see sardine generally, if you are eating, it contains around 14 to 16% C20 fatty acids. Okay. So and DHA maybe 6%. C22 is 6%. So total how much it is coming? Around 22%. So it may not be enough for us for different purposes or different purposes. So and therefore we are having the technology to increase that to more than 50% EPA and DHA. രക്തസമ്മർദ്ദത്തിൻ്റെ ഭീകരാവസ്ഥയെ തടയാനും രക്തം കട്ടപിടിക്കുന്നത് ഒഴിവാക്കാനും ഒമേഗ-3 ഫാറ്റി ആസിഡ് നമ്മളെ സഹായിക്കുന്നു. പോഷകസമ്പന്നമായ ഇത്തരം പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് മനുഷ്യ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. CMFRIയിൽ നിന്നും ക്യാമറമാൻ അജയ് മേനോടൊപ്പം ശരത്. മത്സ്യവിഭവങ്ങളിൽ ഏറ്റവും ആരോഗ്യപൂർണമായ ഇനമാണ് മത്തി എന്നാണ് ഈ ഗവേഷണം വ്യക്തമാക്കുന്നത്. കൊച്ചി കായൽ ഇന്ന് ഗുരുതരമായ രാസമാലിന്യങ്ങളാൽ മലിനീകരിക്കപ്പെട്ടിരിക്കുകയാണ്. കീടനാശിനികളും ഘനലോഹങ്ങളും നിറഞ്ഞ ഇത് മനുഷ്യജീവന് ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണെന്ന കണ്ടെത്തലുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി. ലോകതലത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട തണ്ണീർത്തടങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കൊച്ചി കായൽ ഇന്ന് ഗുരുതരമായ രാസമാലിന്യങ്ങൾ മൂലം മലിനീകരിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അപകടകരമായ കീടനാശിനികളും ഘനലോഹങ്ങളും നിറഞ്ഞ ഈ തണ്ണീർത്തടം മനുഷ്യജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. ഈ കണ്ടെത്തലുകൾ പുറത്തുവന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ GD മാർട്ടിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം നടത്തിയ പഠന റിപ്പോർട്ടിലാണ്. നമ്മൾ വർഷങ്ങളായിട്ട് പഠിക്കുന്ന ഒരു പഠനത്തിന്റെ തുടർച്ചയെന്നാണ് ആ പഠനം നിലനിൽക്കുന്നത്. കായലിൽ മൂന്നായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒറ്റ പ്രദേശമാണ് സദേൺ സോൺ, സെൻട്രൽ സോൺ, നോർത്തേൺ സോൺ. 3 സോണിലുള്ള പ്രൈസ് മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി, അതിന്റെ സെറ്റിംഗ് മെക്കാനിസം ഇത്തരത്തിലെ വിശദാംശങ്ങൾ ആ പേപ്പർ ഡിസ്കസ് ചെയ്തു. തന്നെ കാണാൻ നോർത്തേൺ സെക്ടറിലാണ് പ്രൈസ് ടോക്സിക് മെറ്റീരിയൽസിന്റെ ഒരു കൂടിയ ഒരളവുള്ളത്, സാന്ദ്രതയുള്ളത്. ഇത്തരത്തിലൊരു അസസ്മെന്റ് ആണ് പഠനം. ജലാശയങ്ങളിലെ ദീർഘകാല മലിനീകരണ പ്രത്യാഘാതങ്ങൾ അളക്കുന്നത് അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഊറൽ രാസജൈവ പരിശോധനകൾക്ക് വിധേയമാക്കിയാണ്.
കൊച്ചി കായലിലെ സെഡിമെന്റിലുള്ള ലോഹമാലിന്യങ്ങളായ കാഡ്മിയം, ക്രോമിയം, കോപ്പർ, സിങ്ക് എന്നിവയുടെ ശരാശരി അളവ് പോലും വളരെയധികം കൂടുതലാണ്. എൻറിച്ച്മെന്റ് ഫാക്ടർ, കണ്ടാമിനേഷൻ ഫാക്ടർ, ജിയോ അക്യുമുലേഷൻ ഇൻഡെക്സ് തുടങ്ങിയ അസസ്മെന്റുകളിലൂടെ ഗവേഷകർ ഇത് കണ്ടെത്തി. 2005 നടത്തിയ പഠനത്തിൽ കാഡ്മിയം, സിങ്ക് തുടങ്ങിയ ഖനലോഹങ്ങളുടെ സാന്നിധ്യം യഥാക്രമം 10ഉം 25ഉം മടങ്ങ് വർദ്ധിച്ചതായാണ് വിലയിരുത്തൽ. 2010 മുതൽ 2016 വരെ വിവിധ ഗവേഷകർ നടത്തിയ പഠനത്തിൽ ഈ ലോഹമാലിന്യങ്ങളുടെ സാന്നിധ്യം 40 മടങ്ങോളം വർദ്ധിക്കപ്പെട്ടു എന്നത് വ്യക്തമാണ്. ലോകത്തെ മറ്റു മലിനീകരിക്കപ്പെട്ട 22 പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓർഗനോ ക്ലോറിൻ പെസ്റ്റിസൈഡുകൾ കൊച്ചി കായലിൽ ഏറ്റവും ഉയർന്ന അളവിൽ കാണപ്പെടുന്നു എന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി നടത്തിയ ഈ പഠനത്തിൽ വ്യക്തമാണ്. ഇനിയും ഈ വിഷമലിനീകരണം തുടർന്നാൽ അതിന്റെ ഫലങ്ങൾ പ്രവചനാതീതമായേക്കാം എന്ന് പഠനങ്ങൾ പറയുന്നു. ഇവിടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ കണ്ണു തുറക്കുകയാണ് വേണ്ടത്. തുറപ്പിക്കാൻ ജനങ്ങൾ ബോധവാന്മാരാകണം എന്ന് പഠനങ്ങൾ സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നു. ക്യാമറമാൻ അജയ് മേനോനോടൊപ്പം ശ്രീമതി ഭട്ട്. മദ്യപാനികളെക്കുറിച്ചുള്ള പഠനങ്ങൾ നമുക്ക് പരിചിതമാണ്. എന്നാൽ അതിൽ തന്നെ വ്യത്യസ്തമായ പഠനം നടത്തി ശ്രദ്ധ നേടിയിരിക്കുകയാണ് കോലഞ്ചേരിയിലെ MOSC മെഡിക്കൽ കോളേജ്. കേരള ജനത അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് പുരുഷന്മാരിലും കുട്ടികളിലും കണ്ടുവരുന്ന മദ്യാസക്തി. വർഷങ്ങളായി മാറിവരുന്ന സർക്കാരുകൾ മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കാൻ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. അമിത മദ്യാസക്തിയെ ആധാരമാക്കി നടന്ന പഠനങ്ങൾ എന്നും മദ്യപാനികളെ കേന്ദ്രീകരിച്ചാണ് നടത്തിയിരുന്നത്. ഗവേഷണങ്ങൾ എന്നും തഴഞ്ഞിരുന്ന മേഖലയാണ് മദ്യപാനികളുടെ ഭാര്യമാരിൽ കണ്ടുവരുന്ന മാനസിക അസ്വസ്ഥതകൾ. മദ്യപന്മാരെക്കാളും അതിൻ്റെ വിപത്തുകൾ അനുഭവിക്കുന്നത് കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകളാണ്. കാരണം ഏറ്റവും പ്രധാനം അതിൽ സ്ത്രീകൾ തന്നെ. കാരണം ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ നാഥനാവേണ്ട വ്യക്തി മദ്യപാനത്തിനടിയിലായി കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. മദ്യപാനികളുടെ ഭാര്യമാരുടെ മാനസികാരോഗ്യവും മനോമാന്ദ്യത്തിൽ നിന്നും മറ്റും പെട്ടെന്ന് വിമുക്തയാകാനുള്ള കഴിവിനെയും ആസ്പദമാക്കിയാണ് കോലഞ്ചേരി MOSC മെഡിക്കൽ കോളേജിലെ ഗവേഷകർ പഠനം നടത്തിയത്. ചികിത്സയിൽ കഴിയുന്ന 80 പേരെയും അവരുടെ ഭാര്യമാരെയും 1 വർഷത്തോളം നിരീക്ഷിച്ചാണ് ഈ പഠനം പൂർത്തിയാക്കിയത്. മദ്യാസക്തിയുടെ തീവ്രത അളക്കാൻ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യാവലിയെ ആസ്പദമാക്കിയാണ് മദ്യപാനികളെ വിലയിരുത്തിയത്. ഭർത്താക്കന്മാരുടെ ചികിത്സയുടെ സമയങ്ങളിൽ ജീവിത സാഹചര്യങ്ങളെ നേരിടാൻ കഴിയാതെ വരുന്ന ഭാര്യമാരിലാണ് മാനസിക പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത്. റെസിലിയൻസ് സ്കെയിൽ ഓഫ് അഡൾട്ട്സ്, ഹാമിൽട്ടൺ ഡിപ്രഷൻ റേറ്റിംഗ് സ്കെയിൽ എന്നിവ ഉപയോഗിച്ചാണ് ഭാര്യമാരുടെ കരുത്തിനെ വിലയിരുത്തിയത്. മദ്യപാനത്തിനെതിരെ പോരാടുന്ന സന്നദ്ധ സംഘടനകൾക്ക് ആവശ്യമായ സൂചനകൾ ഈ പഠനത്തിൽ നിന്നും സ്വീകരിക്കാവുന്നതാണ്. ക്യാമറമാൻ ശരത്തിനോടൊപ്പം അജയ് മേനോൻ. ദുഃഖവും ദുരിതവും നിറഞ്ഞ മദ്യപാനികളുടെ കുടുംബത്തെ ആസ്പദമാക്കിയ ഈ പഠനം അധപതിക്കുന്ന ഒരു സമൂഹത്തെയാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. അടുത്തതായി ഒരു ഇടവേള. ഒരുപാട് പേര് വിളിച്ച് ഒത്തിരി ഉത്തരങ്ങൾ പറഞ്ഞിരുന്നു. എന്തായാലും ഉത്തരം അറിയാത്തവർക്കായി ഞങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു തരാം. കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച കൊച്ചിയിലെ ശാസ്ത്രജ്ഞൻ ആര് എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. ഉത്തരം കൊച്ചിയിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡോക്ടർ ജയകുമാർ. വിളിച്ചവർക്ക് എല്ലാവർക്കും നന്ദി. കൊച്ചിയിലെ വിവിധ ഗവേഷകർ നടത്തിയ പഠനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. കൊച്ചി ശാസ്ത്ര ലോകത്തിനു വേണ്ടി നിയ ജോയ്. നന്ദി, നമസ്കാരം.